നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് രാജസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്. സ്കൂൾ അധ്യാപികയും 3 വയസ്സുകാരിയും മകളും തീ കൊളുത്തി മരിച്ചു. രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. സ്ത്രീധനം തന്നെയാണ് ഇവിടെയും വില്ലനായിരിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ പിതാവും പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സഞ്ജു ബിഷ്ണോയി എന്ന യുവതി ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത്. മകൾക്കൊപ്പമാണ് ആത്മഹത്യ ചെയ്തതെന്നതാണ് ഏറ്റവും വേദനാജനകം. മകൾ യശസ്വി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ചികിത്സയിലിരിക്കവെയാണ് സഞ്ജു മരിച്ചത്. വീട്ടിൽ നിന്ന് സഞ്ജുവിന്റെ ആത്മഹത്യാക്കുറിപ്പടക്കം കണ്ടെത്തിയത് ഏറെ നിർണായകമായി കേസിൽ മാറിയിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ സഞ്ജു വീട്ടിലെ കസേരയിലിരുന്നാണ് പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. സഞ്ജുവിന്റെ മടിയിലായിരുന്നു ഈ സമയം മകൾ ഇരുന്നത്. മകളെ മടിയിലിരുത്തിയായിരുന്നു തന്റെ ദേഹത്തുകൂടി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഇവർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഭർത്താവോ ബന്ധുക്കളോ വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് അയൽക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അയൽക്കാർ വിവരം അറിയിക്കുന്നു വീട്ടുകാർ പാഞ്ഞെത്തുമ്പോൾ കാണുന്നത് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞ സഞ്ജുവിനെ മകളെയുമാണ്. തുടർന്ന് വീട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുന്നു. സഞ്ജു മരിച്ചതിന് ശേഷം മൃതദേഹത്തെ ചൊല്ലി മാതാപിതാക്കളും ഭർത്താവിന്റെ പിതാവും തമ്മിൽ തർക്കമുണ്ടായി എന്നതും ഏറ്റവും ശ്രദ്ധേയം. ഒടുവിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മാതാപിതാക്കൾക്ക് കൈമാറി. അമ്മയെയും മകളെയും ഒരുമിച്ചാണ് സംസ്കരിച്ചത്. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ കേസെടുത്തുവെന്ന് പോലീസ് അറിയിച്ചു. മാത്രമല്ല, ഈ പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുത്തിട്ടുണ്ട് ഭർത്തൃ കുടുംബത്തിനെതിരെ. ആത്മഹത്യാക്കുറിപ്പിൽ സഞ്ജു നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭർത്താവ്, ഭർത്തൃപിതാവ്, ഭർത്തൃമാതാവ് എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. ഗണപത് സിംഗ് എന്ന യുവാവിനെതിരെ യുവതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഗണപത് സിംഗ് സഞ്ജുവിന്റെ ഭർത്താവിന്റെ സുഹൃത്താണ്. ഇയാളും ഭർത്താവും ചേർന്ന് സഞ്ജുവിനെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഗണപത് സിംഗിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസും അറിയിച്ചു. എന്തായാലും വളരെ വേദനാജനകമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. അതേസമയം ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിലും കർണാടകയും നടക്കിയ ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആദ്യം പുറത്തറിഞ്ഞത് വൻ മോഷണം. മണിക്കൂറുകൾക്കുള്ളിൽ മരുമകളുടെ കൊലപാതകം. കഴിഞ്ഞ ദിവസം മുതൽ ഇരിക്കൂറിലെ കല്യാട്ട് ഗ്രാമം ഈ നടുക്കത്തിലാണ്. മോഷണം നടന്ന അതേ വീട്ടിലെ മരുമകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ വളരെ ആശങ്ക, സംശയങ്ങൾ ഒക്കെ ഉടലെടുത്ത സമയം. കല്യാട്ട് സിദ്ക കോളേജിന് സമീപം അഞ്ചാംപുര വീട്ടിൽ KC സുമതയുടെ വീട്ടിൽ നടന്ന മോഷണമാണ് നാട്ടുകാരെ നടുക്കിയത്. പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നെന്ന വിവരം എല്ലാവരെയും അമ്പരപ്പിക്കുകയുണ്ടായി. പിന്നാലെ മോഷണം നടന്ന വീട്ടിലെ മരുമകളായ ഹുൻസൂർ സ്വദേശിനി ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേരളത്തിലല്ല, കർണാടകയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുമതയുടെ മകൻ സുഭാഷിന്റെ ഭാര്യയാണ് കർണാടക സ്വദേശിനിയായ ദർശിത. സുഭാഷ് വിദേശത്താണ്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ സുമതയും മാത്രമല്ല മറ്റൊരു മകൻ സൂരജും അവരുടെ ജോലിക്കായി പോയി. ഇതിന് പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന ദർശിത കുഞ്ഞുമായി ഹുൻസൂറിലെ സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന വിവരം പിന്നീട് വീട്ടുകാർ അറിയുന്നു. തുടർന്ന് വൈകിട്ട് 4:30യോടെ സുമത വീട്ടിൽ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച വീട്ടിൽ മോഷണം നടന്ന ലക്ഷണം. അന്വേഷണത്തിൽ 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും വീട്ടിൽ നഷ്ടമായെന്ന് അവർക്ക് മനസ്സിലാവുന്നു. മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന് അലമാര തുറന്ന് പണവും സ്വർണവും മോഷ്ടിച്ചെന്നായിരുന്നു ആദ്യത്തെ നിഗമനം. വിവരമറിഞ്ഞ് ഇരിക്കൂർ പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. ഇതിനിടെ സ്വന്തം വീട്ടിലേക്ക് പോയ ദർശിതയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചു. പക്ഷേ ഇവരെ സംസാരിക്കാനോ ഇവരുമായി ബന്ധപ്പെടാനോ സാധിച്ചില്ല. ഇതിനു പിന്നാലെ കർണാടകയിലെ ലോഡ്ജ് മുറിയിൽ ദർശിതയെ കൊല്ലപ്പെട്ടു എന്ന നിലയിൽ കണ്ടെത്തി. ഈ വിവരം പോലീസിനെ നടുക്കി. ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. പിന്നാലെ ദർശിതയുടെ ആൺസുഹൃത്ത് കസ്റ്റഡിയിലാകുന്നു. കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആൺസുഹൃത്ത്. കർണാടക ഹുൻസൂർ സ്വദേശിനിയായ ദർശിതയുടെ ആൺസുഹൃത്തായ സിദ്ധരാജുവാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദർശിതയുടെ മരണവുമായി ബന്ധപ്പെട്ട്. മൈസൂരുവിന് സമീപം സാലി ഗ്രാമത്തിലെ ലോഡ്ജ് മുറിയിലായിരുന്നു ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വായിൽ സ്ഫോടക വസ്തു തിരുകി ഇത് പൊട്ടിച്ചാണ് ആൺസുഹൃത്ത് ദർശിതയെ കൊലപ്പെടുത്തിയത്. മുഖമാകെ വികൃതമായ നിലയിലായിരുന്നു ദർശിതയുടെ മൃതദേഹം ലോഡ്ജ് മുറിയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആൺസുഹൃത്തിന് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും കർണാടക പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
ഭർത്തൃ വീട്ടിൽ നിന്നും 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും കവർന്ന് ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാനാണ് ദർശിത കരുതിയത് എന്നാണ് നിലവിലെ നിഗമനം. മോഷണത്തിൽ ആൺ സുഹൃത്തിനും പങ്കുണ്ടെന്നാണ് സംശയം. വെള്ളിയാഴ്ച 2 വയസ്സുള്ള കുട്ടിയുമായി കർണാടകയിലെ സ്വന്തം വീട്ടിലെത്തിയ ദർശിത കുഞ്ഞിനെ വീട്ടിലാക്കിയ ശേഷമാണ് ആൺ സുഹൃത്തിനൊപ്പം പോയത്. തുടർന്നാണ് ഇരുവരും സാലി ഗ്രാമത്തിലെത്തി ലോഡ്ജിൽ മുറിയെടുത്തത്. എന്നാൽ ലോഡ്ജിൽ വെച്ച് ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത്? അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായെന്നും തുടർന്ന് സിദ്ധരാജു യുവതിയെ കൊലപ്പെടുത്തിയുമെന്നാണ് കരുതുന്നത്. പക്ഷെ എന്ത് കാര്യത്തിൽ ഇവർ തർക്കത്തിൽ ഏർപ്പെട്ടു? ഈ പണം പങ്കുവയ്ക്കുന്ന കാര്യത്തിലാണോ മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ എന്ന ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു. ഞായറാഴ്ചയാണ് ദർശിത കൊല്ലപ്പെട്ട വിവരം കർണാടക പോലീസ് ഇരിക്കൂർ പോലീസിനെ അറിയിച്ചത്. സംഭവത്തിൽ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തതായും കർണാടക പോലീസ് അറിയിച്ചിരുന്നു. മുഖമാകെ വികൃതമായ നിലയിലായിരുന്നു ദർശിതയുടെ മൃതദേഹം ലോഡ്ജ് മുറിയിൽ കണ്ടെത്തിയത്. മുറിയിൽ രക്തവും തളം കെട്ടി നിന്നിരുന്നു. പങ്കില്ലെന്ന് ആദ്യ മൊഴി സിദ്ധരാജു നൽകി. പക്ഷെ പിന്നീട് അന്വേഷണത്തിൽ സിദ്ധരാജു കുറ്റങ്ങളെല്ലാം സമ്മതിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ ഒന്നിച്ച് അമ്പലത്തിൽ പോയെന്നും അതിനുശേഷമാണ് ലോഡ്ജിൽ മുറിയെടുത്തതെന്നും പിന്നീട് ഭക്ഷണം വാങ്ങിക്കാൻ പുറത്തുപോയി വന്നപ്പോൾ ദർശിത മുറി തുറന്നില്ലെന്നുമായിരുന്നു സിദ്ധരാജു ആദ്യം പറഞ്ഞത്. ലോഡ്ജ് ജീവനക്കാരെ വിളിച്ച് വാതിൽ പൊളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടതെന്നും ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും വിശദമായ ചോദ്യം ചെയ്യലുമാണ് കൊലപാതകത്തിന് പിന്നിൽ ആൺ സുഹൃത്താണെന്ന് പോലീസ് കണ്ടെത്തിയത്. കല്യാട്ടെ വീട്ടിൽ നടന്ന മോഷണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വിശദമായ അന്വേഷണത്തിനായി കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘവും കർണാടകയിൽ എത്തിയിരുന്നു. വെള്ളിയാഴ്ചയോടെയാണ് കല്യാട്ടെ വീട്ടിൽ നിന്ന് മകൾ അരുന്ധതിയും ഒത്താണ് ദർശിത സ്വന്തം നാടായ കർണാടകയിലെ ഹുൻസൂർ ബിലിക്കരയിലേക്ക് പോയത്. മകളെ വീട്ടിലാക്കിയ ശേഷമായിരുന്നു ആൺ സുഹൃത്തിനൊപ്പം ദർശിത പോയത്. അന്ന് വൈകിട്ടോടെ തന്നെ മോഷണ വിവരവും അറിയുന്നുണ്ട്. ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണ്. കല്യാട്ടെ വീട്ടിൽ ദർശിതയ്ക്കൊപ്പം ഭർത്തൃമാതാവ് സുമതയും ഭർത്തൃ സഹോദരൻ സൂരജുമാണ് താമസം. ദർശിതയാണ് അവസാനം വീട് പൂട്ടി ഇറങ്ങിയതെന്നാണ് ഈ മോഷണം ദർശിതയ്ക്ക് എന്തെങ്കിലും അറിയാവോ എന്നൊരു സംശയത്തിലേക്ക് കടത്തിയത്. വൈകിട്ട് പണി കഴിഞ്ഞ് സുമത തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി അറിയുന്നത്. വെള്ളിയാഴ്ച പട്ടാപകലിൽ നടന്ന വൻ കവർച്ചയിൽ സുമതയുടെ വീട്ടിൽ നിന്ന് 30 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപയുമാണ് മോഷണം പോരുന്നത്. കവർച്ചയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരം കേരള പോലീസിനെ തേടിയെത്തുന്നത്. സാധാരണ വീടിന്റെ മുൻവശത്തെ താക്കോൽ ഒരു വശത്ത് ഒളിപ്പിച്ചു വെച്ചാണ് കുടുംബം പുറത്തു പോകാറുള്ളത്. ഈ താക്കോൽ എടുത്ത് വീട് തുറന്ന് അകത്ത് കയറിയാണ് കവർച്ച നടത്തിയതെന്നായിരുന്നു പരാതി. മോഷണത്തിന്റെ അന്വേഷണത്തിലാണ് ദർശിതയോട് വിവരങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ബന്ധപ്പെട്ടത്. അപ്പോൾ ദർശിത വരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ലൊക്കേഷൻ മാറി സഞ്ചരിക്കുന്നതായി മനസ്സിലായി. സംശയം ബലപ്പെട്ടതിനാൽ പോലീസ് ഹുൻസൂറിലേക്ക് പോകാനിരിക്കെയാണ് കൊലപാതക വിവരം കിട്ടിയത്. കർണാടക സ്വദേശിയായ ഒരാളെയാണ് കർണാടക സാലിഗ്രാമ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിലും മോഷണത്തിൽ ഇയാൾക്കും ബന്ധമുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടി. പിന്നീടാണ് സിദ്ധരാജു ഒരു ആൺസുഹൃത്താണ്, ഇതിൽ പങ്കുണ്ട്, ഇയാൾ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന നിർണായക വിവരങ്ങൾ പുറത്തേക്ക് വന്നത്.